ഹായ്, നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണേണ്ടത് ഗവൺമെൻറ് ബഡ്ജറ്റ്, അതായത് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ഇക്കോണമി എന്ന നെക്സ്റ്റ് മാക്രോ ഇക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണിത്. ഗവൺമെൻറ് ബഡ്ജറ്റ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പം ബഡ്ജറ്റിൻ്റെ കാലഘട്ടമാണ് അല്ലേ. ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ബഡ്ജറ്റ് ചർച്ചകളെക്കുറിച്ചും അതിന് ഭാഗമായിട്ടുള്ള സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. വില കൂടിയത്, സാധനത്തിന് വില കണ്ടമാനം വർദ്ധിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലെ നടപടികളൊന്നുമില്ല, ചർച്ചകൾ ഇഷ്ടം പോലെ കേൾക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് പഠിക്കാൻ ഏറ്റവും അനുകൂലമായൊരു അവസ്ഥയുമാണിത് അല്ലേ, അവസരവുമാണിത്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണും. അതായത് എന്താണ്, ഒരു ഗവൺമെൻറ് ബോഡിയുടെ അല്ലെ ഒരു ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Budget is the statement of a governmental body about its revenue and expenditure during an economic year or a financial year. Budget എന്ന് പറഞ്ഞാൽ എന്താണ്? statement of revenue and expenditure of a governmental body during a financial year. അല്ലെങ്കിൽ ഇക്കണോമിക് ഇയർ എന്നും പറയാം അല്ലേ. ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്? ഒരു വർഷത്തിൻ്റെ April 1 മുതൽ നെക്സ്റ്റ് ഇയറിലെ March 31 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്ത്യയിലൊരു ഫൈനാൻഷ്യൽ ഇയർ അഥവാ ഇക്കണോമിക് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. April 1 to നെക്സ്റ്റ് 31 അല്ലേ, March 31. April 1 മുതൽ March 31 വരെ, അടുത്ത മാർച്ച്, ഒരു 2 വർഷം ചേരുന്നുണ്ടല്ലേ. ഇപ്പം നമ്മുടെ പുതിയ ഇപ്പം തീരാൻ പോകുന്നത് ഏതാണ്? 2024-25 വർഷത്തെ എന്ന സാമ്പത്തിക വർഷം ഇക്കണോമിക് ഇയറിലെ ഫൈനാൻഷ്യൽ ഇയറാണ് തീരാൻ പോകുന്നത്. ഇനി 2025 April 1 to 2026 March 31 വരെയാണ് കമ്മിങ് ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള പ്ലാനുകളാണ് ഇപ്പോൾ ബഡ്ജറ്റായിട്ട് നമ്മൾ കേൾക്കുന്നതും അതിൻ്റെ പ്ലാനിങ് ആണ് നമ്മൾ പത്രങ്ങളിലും മീഡിയാസുകളിലൊക്കെ ചർച്ചകളായിട്ട് കേൾക്കുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് മനസ്സിലായല്ലോ. എന്തിനാണ് നമ്മൾ ബഡ്ജറ്റ് ഇങ്ങനെ ചർച്ച ചെയ്യുകയും അതിൻ്റെ മുകളിൽ ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതെന്ന് ആലോചിച്ചാണല്ലോ. ബഡ്ജറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ഇക്കോണമി. ഓരോ ഇക്കോണമിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം ബഡ്ജറ്റിന് അതിൻ്റേതായ, അതായത് ഒരു വർഷത്തെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. പ്ലാൻ അനുസരിച്ച് നടന്നാൽ മാത്രമേ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിതിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓർ എയിംസ് ഓഫ് ബഡ്ജറ്റാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് അലോക്കേഷൻ ഫംഗ്ഷനാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ബഡ്ജറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ 3 തിരിക്കാം. ഒന്നാമത്തേത് അലോക്കേഷൻ ഫംഗ്ഷനാണ്. ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് അലോക്കേഷൻ. എന്താണ് അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്?
ഏതെല്ലാം സാധനങ്ങൾ ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം, അല്ലെ വിച്ച് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. അതാണ് അലോക്കേഷനിൽ വരുന്നത് അല്ലേ. നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ചപ്പോൾ അലോക്കേഷൻ ഫംഗ്ഷൻ പഠിച്ചത് ഓർമ്മയില്ലേ? വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൽ ആണ് അലോക്കേഷൻ പ്രോബ്ലം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണല്ലേ. അപ്പോൾ അതാണ് ഒന്നാമത്തേതായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തേത് എന്താണ്? നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷനാണ്. പേര് ഓർത്തിരുന്നാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. അലോക്കേഷൻ ഫംഗ്ഷനിൽ എന്താണ് തീരുമാനിക്കുന്നത്? ഇൻ അലോക്കേഷൻ ഫംഗ്ഷൻ വാട്ട് കമ്മോഡിറ്റി ഓർ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന, അതേപോലെ ഇൻ വിച്ച് ക്വാണ്ടിറ്റി, അതൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. ഏതെല്ലാം സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്, അല്ലെ ഏത് കാറ്റഗറിയാണ്, ഇതന്നെയാണ്. അപ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ദ സെക്കൻഡ് എയിം ഓഫ് ദ ബഡ്ജറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ? ഹൗ ദ national output is to be distributed in order to ensure the welfare and well-being of the people of an economy. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമവും സാമ്പത്തിക വളർച്ചയും ഉറപ്പുവരുത്തുന്ന രീതിയിൽ എങ്ങനെയാണ് നേരെ അലോക്കേഷൻ ഫംഗ്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, വിതരണം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കലാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ചെയ്യുന്നത്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനാണ്. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സുസ്ഥിര നടപടികളാണ് അല്ലേ. സുസ്ഥിരവൽക്കരണത്തിനായിട്ട് എന്താണ് സുസ്ഥിരം എന്ന് പറയുന്നത്? അതായത് an economy has to മെയിൻറ്റെയിൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. ഇപ്പോൾ എഫ്ലുവൻ്റ് ഇക്കോണമിയെക്കുറിച്ച്, ഇപ്പോൾ അമേരിക്കയൊക്കെ പോലുള്ള ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ അവർ സ്റ്റെബിലൈസേഷനാണ് നടത്തേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ് അവരുടെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്? ഓൾറെഡി ദേ അച്ചീവ്ഡ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോ ദാറ്റ് ഗ്രോത്ത് റേറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഇനി ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് ഇക്കോണമീസിലാണെങ്കിൽ എന്താണ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരുപാട് പ്രൈസ് സ്റ്റെബിലിറ്റി വേണം അല്ലേ. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനൊക്കെ ഒഴിവാക്കി പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തണം. അതേപോലെ എന്താണ് നമ്മൾ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ആ ഒരു പാത്ത് അല്ലെ, ഗ്രോത്ത് റേറ്റ് ഒരിക്കലും കുറയാതെ കൂടിക്കൂടി വരുന്ന അല്ലെ, ഓൾറെഡി അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന അച്ചീവ് ചെയ്യപ്പെടുന്ന ഗ്രോത്ത് റേറ്റ് കൂടുതലാവുകയും താഴോട്ട് പോവാതെ നോക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ മീൻസ് കീപ്പിംഗ് ദ ഇക്കോണമി വിത്തൗട്ട് അപ്സ് ആൻഡ് ഡൗൺസ്. അതായത് ഉയർച്ച താഴ്ചകളില്ലാതെ ഇക്കോണമിയെ സുസ്ഥിരമാക്കി നിലനിർത്തുക. അതായത് ഇൻ ഓർഡർ ടു അച്ചീവ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് നേടിയെടുത്ത സാമ്പത്തിക വളർച്ച അല്ലെ, സാമ്പത്തിക വളർച്ച നേടിയെടുക്കാൻ വേണ്ടി ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്, പ്രധാന സൂചകങ്ങളെയെല്ലാം തന്നെ എന്താണ് സുസ്ഥിരമായി അല്ലെ ഒരു ഗ്രോത്ത് പാത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഓൾസോ ഇറ്റ് ഹാസ് ടു കീപ്പ് എവേ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. അതായത് വിലക്കയറ്റവും വിലച്ചുരുക്കവും ഒഴിവാക്കി ഇക്കോണമിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സ്റ്റെബിലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 3 പോയിന്റുകളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റായിട്ട് പറയുന്നത്. ഒന്നാമത്തേത് അലോക്കേഷൻ ഫംഗ്ഷനാണ്. ഇൻ അലോക്കേഷൻ ഫംഗ്ഷൻ വാട്ട് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ്, ഏതെല്ലാം സാധനങ്ങളാണ് നാഷണൽ ഇൻട്രസ്റ്റിൽ അല്ലെ ഇക്കോണോമിക് ഗ്രോത്ത് നേടാൻ വേണ്ടി എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത് അലോക്കേഷൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മീൻസ് ഹൗ ദ നാഷണൽ ഔട്ട്പുട്ട് or national income to be distributed among the people of the country in order to ensure the welfare and their well-being. And the third one is stabilization.
സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ മീൻസ് കീപ് ദ ഇക്കോണമി away from the changes in the price level and lead the economy to the path of economic growth. അതായത് സാമ്പത്തികമായ ഉയർച്ച താഴ്ചകളിൽ നിന്നും അല്ലെ വിലക്കയറ്റത്തിൽ നിന്നും വിലച്ചുരുക്കത്തിൽ നിന്നൊക്കെ ഇക്കോണമിയെ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പല തവണകളായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുമല്ലോ. താങ്ക് യു.